Good morning. Today we are discussing on the new topic, the cache coherence problem. So what is cache coherence problem? Let us see into the detail. Before going into the details of cache coherence, let us discuss what is data inconsistency. Let us discuss the term data inconsistency. എന്താണ് data inconsistency? In a memory hierarchy, for a multi-processor system, data inconsistency may occur between the adjacent level or within the same level. ഇപ്പോൾ ഈ ഒരു ഫിഗർ വെച്ച് നമുക്ക് പറയാം. ഇപ്പോൾ ഈ ഒരു ഇത് നോക്കുക, ഇത് ഒരു പ്രോസസ്സറാണ്. ഇത് രണ്ടും പ്രോസസ്സർ P1 P2 പ്രോസസ്സേഴ്സ്. ഇത് ഈ ബോക്സ് എന്ന് പറയുന്നത് P1ൻ്റെ ക്യാഷ്, ലോക്കൽ ക്യാഷും ഇത് P2ൻ്റെ ലോക്കൽ ക്യാഷുമാണ്. ഇതെന്ന് പറയുന്നത് ഇവർ രണ്ട് പ്രോസസ്സേഴ്സും ഷെയർ ചെയ്യുന്ന ഒരു മെമ്മറിയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, ഈ ഒരു ഫസ്റ്റ് ഫിഗറിൽ ഈ ക്യാഷിലും ഷെയർഡ് മെമ്മറിയിലും ഒരേ ഡാറ്റ തന്നെയാണ്. അപ്പോൾ എക്സ് എന്ന് പറയുന്ന സംഭവം ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, ഷെയർഡ് മെമ്മറിയിലും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, ഇൻകൺസിസ്റ്റൻസി ഇല്ല. ഓക്കെ, പക്ഷേ ഇവിടെ എന്ത് സംഭവിക്കുന്നു, P1 എക്സിനെ അപ്ഡേറ്റ് ചെയ്തു. ആ അപ്ഡേറ്റ് ചെയ്ത കാര്യം ഈ ലോക്കൽ ക്യാഷ് പറഞ്ഞിട്ടില്ല, P2യുടെ ലോക്കൽ ക്യാഷ് പറഞ്ഞിട്ടില്ല, മെമ്മറിയും അറിഞ്ഞിട്ടില്ല, മെയിൻ മെമ്മറി അറിഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഡാറ്റ ഇൻകൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് ഡാറ്റ ഈസ് അവൈലബിൾ ഇൻ ദ ലോക്കൽ ക്യാഷസ് ഓർ ഇൻ ദ ഷെയർഡ് മെമ്മറി. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഡാറ്റ ഇൻകൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് ഈ ഡാറ്റ ഇൻകൺസിസ്റ്റൻസി എവിടെയൊക്കെ ഒക്കർ ചെയ്യാം. ഡാറ്റ ഇൻകൺസിസ്റ്റൻസി ക്യാൻ ഒക്കർ ബിറ്റ്വീൻ ദ അഡ്ജസൻറ്റ് ലെവൽസ്, തൊട്ടടുത്തുള്ള ലെവൽസിൽ ഒക്കർ ചെയ്യാം, അല്ലെങ്കിൽ അറ്റ് ദ സെയിം ലെവൽ. ക്ലിയർ? അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ഡാറ്റ ഇൻകൺസിസ്റ്റൻസി ക്യാൻ ഒക്കർ അറ്റ് ദ അഡ്ജസൻറ്റ് ലെവൽസ് ഓർ അറ്റ് ദ സെയിം ലെവൽ. ഇവിടെ അഡ്ജസൻറ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ ഇതൊരു ലെവൽ, ഇത് വേറൊരു ലെവൽ. ഓക്കെ, അതായത് ക്യാഷിലും മെയിൻ മെമ്മറിയിലും ഡാറ്റ ഇൻകൺസിസ്റ്റൻസി വരാം, അല്ലെങ്കിൽ രണ്ട് ക്യാഷുകൾ തമ്മിൽ ഡാറ്റ ഇൻകൺസിസ്റ്റൻസി വരാം. ഓക്കെ, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പോയിൻറ്റ്. ഇറ്റ് ഈസ് മെൻഷൻഡ് in memory hierarchy for a multi-processor system, data inconsistency may occur between the adjacent levels or within the same level. മെമ്മറി ഹൈറാർക്കിയിൽ ഈ എന്താണ് ഡാറ്റ ഇൻകൺസിസ്റ്റൻസി എന്ന് പറയുന്ന സംഭവം അഡ്ജസൻറ്റ് ലെവലിലും ഒക്കെ അറിയാം. അഡ്ജസൻറ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ ദ ക്യാഷസ് ആണ്. ഓക്കെ, അല്ല, ബിറ്റ്വീൻ ക്യാഷും മെയിൻ മെമ്മറിയും തമ്മിലുള്ള ഇതാണ് അഡ്ജസൻറ്റ് ലെവൽ. സെയിം ലെവൽ എന്ന് പറഞ്ഞാൽ ക്യാഷുകൾ തമ്മിൽ. ഓക്കെ, ഇതാണ് സംഭവം. For example, the cache and the main memory may contain inconsistent copies of the same object. ക്യാഷിലും മെയിൻ മെമ്മറിയിലും ഇൻകൺസിസ്റ്റൻറ്റ് കോപ്പീസ് ഉണ്ടാകാം. ഓക്കെ, ഒരേ ഡാറ്റയുടെ ഇൻകൺസിസ്റ്റൻറ്റ് കോപ്പീസ് ഉണ്ടാകാം, അതായത് ഒരേ ഡാറ്റയുടെ ഡിഫറെൻറ്റ് വേർഷൻസ് വരാം. അതാണ് നമ്മൾ നേരത്തെ ഈ ഫിഗറിൽ കണ്ടോ, ക്യാഷിലും മെയിൻ മെമ്മറിയിലും കണ്ട ഈ എക്സ് ഡാഷ് എന്ന് പറയുന്നത് ഒരു ഡാറ്റയാണ്, അത് ഇവിടെ എത്തിയിട്ടില്ല, ഇവിടെ എത്തിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് ഇൻകൺസിസ്റ്റൻ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിനെയാണ് നമ്മൾ ക്യാഷ് കോഹറൻസ് പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ മൾട്ടി പ്രോസസ്സർ എൻവയറോൺമെൻറ്റ്, ഇൻകൺസിസ്റ്റൻസി ഒക്കറിങ് ഇൻ ദ ക്യാഷ് ഈസ് നോൺ ആസ് ക്യാഷ് കോഹറൻസ് പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ഈ ക്യാഷിലുണ്ടാകുന്ന ഈ ഇൻകൺസിസ്റ്റൻസിയാണ് നമ്മൾ ക്യാഷ് കോഹറൻസ് പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മൾട്ടിപ്പിൾ ക്യാഷസ് മേ പോസസ് ഡിഫറെൻറ്റ് കോപ്പീസ് ഓഫ് ദ സെയിം മെമ്മറി ബ്ലോക്ക്. ഇപ്പം മൾട്ടിപ്പിൾ ക്യാഷസിൽ എന്താണ്, ഡിഫറെൻറ്റ് ഡാറ്റ, ഒരേ ഡാറ്റയുടെ ഡിഫറെൻറ്റ് വേർഷൻസ് അതിനകത്ത് അവൈലബിൾ ആയിരിക്കും, അല്ലേ? ഇപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ എക്സ് ഡാഷ്, ഇത് പ്രീവിയസ് എക്സ് തന്നെയാണ് കണ്ടോ. അപ്പോൾ ഇത് രണ്ടും ഡിഫറെൻറ്റ് ഡാറ്റയാണ്, പക്ഷേ ഇത് രണ്ടും ഒരേ ഡാറ്റയാണ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ ക്യാഷ് കോഹറൻസ് പ്രോബ്ലം എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി ഇൻകൺസിസ്റ്റൻസി എപ്പോഴൊക്കെ ഒക്കർ ചെയ്യാം എന്നുള്ളതാണ് ഈ മൂന്ന് കാര്യത്തിൽ പറയുന്നത്. ദ ക്യാഷ് ഇൻകൺസിസ്റ്റൻസി ഈസ് കോസ്ഡ് ബൈ ത്രീ കണ്ടീഷൻസ്. ഡാറ്റ ഷെയറിങ് സമയത്ത് വരാം, പ്രോസസ് മൈഗ്രേഷൻ സമയത്ത് വരാം, ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് വരാം. ഓക്കെ, പിന്നെ നമ്മൾ ഈ മൂന്ന് കേസസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡാറ്റ ഷെയറിങ് സമയത്ത് ഇൻകൺസിസ്റ്റൻസി എങ്ങനെയൊക്കെ വരാം, ഓക്കെ, പ്രോസസ് മൈഗ്രേഷൻ സമയത്ത് എങ്ങനെയൊക്കെ വരാം, ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ സമയത്ത് എങ്ങനെയൊക്കെ വരാം. ഓക്കെ,
അതാണ് അടുത്ത പറയുന്നത് ഇൻകൺസിസ്റ്റൻസി ഇൻ ഡാറ്റ ഷെയറിങ്. ഡാറ്റ ഷെയറിങ് സമയത്ത് ഇൻകൺസിസ്റ്റൻസി എങ്ങനെ ഒക്കർ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് ഫിഗർ നോക്കുക. ഫസ്റ്റ് ഫിഗറിൽ ഡാറ്റ ഇൻകൺസിസ്റ്റൻസി ഇല്ല. ഓക്കെ, ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന ഡാറ്റ ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, മെമ്മറിയിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാം ഒരേ ഡാറ്റയാണ്. സോ ഇൻകൺസിസ്റ്റൻസി ഇല്ല. ഓക്കെ, ഇനി ഇൻകൺസിസ്റ്റൻസി ഒക്കർ ചെയ്യുന്നത് എപ്പോഴാണ്? നമുക്ക് മെമ്മറി ഹൈറാർക്കിയിൽ നമ്മൾ രണ്ട് കോൺസെപ്റ്റ് പഠിച്ചായിരുന്നു, റൈറ്റ് ത്രൂ ആൻഡ് റൈറ്റ് ബാക്ക്. റൈറ്റ് ത്രൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാഷിൽ ഒരു ഡാറ്റ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇമീഡിയറ്റ് ആയിട്ട് മെയിൻ മെമ്മറിയിൽ അതിൻ്റെ അപ്ഡേഷൻ നടത്തിയിരിക്കും. അതിനെയാണ് റൈറ്റ് ത്രൂ എന്ന് പറയുന്നത്. റൈറ്റ് ബാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാഷിൽ അപ്ഡേഷൻ വന്നു കഴിഞ്ഞാൽ അത് ഈ ഡാറ്റ നമ്മൾ റിമൂവ് ചെയ്ത് കളയോ അല്ലെങ്കിൽ ഇതിന് റീപ്ലേസ്മെൻ്റ് ആയിട്ട് ഒരെണ്ണം വരികയും ചെയ്യണമെങ്കിൽ മാത്രമേ മെമ്മറിയിൽ അപ്ഡേഷൻ വരത്തുള്ളൂ. ഓക്കെ, അല്ല അതുവരെ ഇതിൽ മെമ്മറിയിൽ അപ്ഡേഷൻ വരില്ല. ഇതിനെയാണ് റൈറ്റ് ബാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സോ റൈറ്റ് ത്രൂ ആൻഡ് റൈറ്റ് ബാക്ക്. അപ്പോൾ ഈ ഒരു ഫിഗറിൽ നോക്കുക. അപ്പോൾ പ്രോസസ്സർ P1 ഹാസ് അപ്ഡേറ്റഡ് ഇറ്റ്സ് ലോക്കൽ ക്യാഷ് ഫ്രം എക്സ് ടു എക്സ് ഡാഷ്. ഓക്കെ, അപ്പോൾ ഇത് അപ്ഡേറ്റ് ചെയ്ത സമയത്ത് തന്നെ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഷെയർഡ് മെമ്മറിയിലും ഈ അപ്ഡേഷൻ വരും. അതാണ് ഈ ആഡ് ഇവിടെ താഴെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, as soon as the processor updates, P1 updates the value of x from x to x dash, it is being reflected in the shared memory. ഇവിടെ അപ്ഡേറ്റ് ചെയ്യും എന്നുള്ള കാണിക്കാനാണ് ഈ ആഡ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ബട്ട് ദിസ് അപ്ഡേഷൻ ഈസ് അൺനോൺ ടു ദ ക്യാഷ് ഓഫ് ദ ലോക്കൽ ക്യാഷ് ഓഫ് പ്രോസസ്സർ P2. P2വിൻ്റെ ലോക്കൽ ക്യാഷിന് ഈ അപ്ഡേഷൻ അൺനോൺ ആണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? ഡാറ്റ ക്യാഷിൽ ഇൻകൺസിസ്റ്റൻസി ഒക്കർ ചെയ്തു അല്ലേ? അപ്പോൾ ക്യാഷിൽ അവിടെ ഇൻകൺസിസ്റ്റൻസി ഒക്കർ ചെയ്തു. അതാണ് ഇൻകൺസിസ്റ്റൻസി ഇൻ ഡാറ്റ ഷെയറിങ് എന്ന് പറയുന്നത്. ഓക്കെ, അത് റൈറ്റ് ത്രൂവിൽ. ഇനി റൈറ്റ് ബാക്ക് നോക്കുക. പ്രോസസ്സർ P1 ഹാസ് അപ്ഡേറ്റഡ് ദ വാല്യൂ ഓഫ് എക്സ് ഫ്രം എക്സ് ടു എക്സ് ഡാഷ്. ഓക്കെ, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഗെറ്റിംഗ് അപ്ഡേറ്റഡ് ഇൻ ദ ഷെയർഡ് മെമ്മറി ആസ് വെൽ ആസ് ദ ലോക്കൽ ക്യാഷ് ഓഫ് P2 അല്ലേ? ഇപ്പോൾ റൈറ്റ് ബാക്ക് കോൺസെപ്റ്റ് വെച്ച് എങ്ങനെയാണ് ഈ എക്സ് ഡാഷ് എപ്പോഴും അപ്ഡേറ്റ് ചെയ്യുന്നത്? ഇത് റീപ്ലേസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇത് റിമൂവ് ചെയ്യുകയോ ചെയ്യുമെങ്കിൽ മാത്രമേ ഇത് ഇവിടെ റൈറ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ, അങ്ങനെ ഒരു സംഭവം വന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഷെയർഡ് മെമ്മറിയിലും ഇവിടുത്തെ P2വിൻ്റെ ലോക്കൽ ക്യാഷിലും അതിൻ്റെ അപ്ഡേഷൻ വരത്തില്ല. ഓക്കെ, ഇവിടെ എന്താണ്? ഡാറ്റ ഇൻകൺസിസ്റ്റൻസി ഹാസ് ഒക്കേർഡ് ബിറ്റ്വീൻ ദ ക്യാഷ് ആൻഡ് ഓൾസോ ഇൻ ദ മെയിൻ മെമ്മറി. ഓക്കെ, ഷെയർഡ് മെമ്മറി. ഇതാണ് ഇൻകൺസിസ്റ്റൻസി ഇൻ ഡാറ്റ ഷെയറിങ്. ഡാറ്റ ഷെയറിങ്ങിൽ ഇൻകൺസിസ്റ്റൻസി ഒക്കർ ചെയ്യുന്ന കോൺസെപ്റ്റാണ് ഈ പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ തിയറിയാണ് പറയുന്നത്. ലെറ്റ് എക്സ് ബി ദ ഷെയർഡ് ഡാറ്റ എലിമെൻറ്റ് വിച്ച് ഹാസ് ബീൻ റെഫറൻസ്ഡ് ഫ്രം ബോത്ത് പ്രോസസ്സസ്. ഓക്കെ, എക്സ് എന്ന് പറയുന്നത് രണ്ട് പ്രോസസ്സറും റെഫറൻസ് ചെയ്തതാണ്. ബിഫോർ അപ്ഡേറ്റ് 3 copies ഓഫ് എക്സ് ആർ കൺസിസ്റ്റൻറ്റ്. അപ്പോൾ അപ്ഡേറ്റ് വരുന്നതിന് മുമ്പ് ഈ 3 കോപ്പിയും കൺസിസ്റ്റൻ്റ് ആണ് അല്ലേ? If processor P writes a new data x dash into the cache, the same copy will be written immediately into the shared memory under the write through policy. Processor P1 x dash update ചെയ്ത് കഴിഞ്ഞാൽ അത് ഇമീഡിയറ്റ് ആയിട്ട് ഷെയർഡ് മെമ്മറിയിൽ റിഫ്ലക്റ്റ് ആകും. ഓക്കെ, in the case inconsistent copy occur between the 2 copies of x and x dash in the 2 cache. അപ്പോൾ ഇവിടെ എന്താണ്? inconsistent data is available in the 2 copies of the എന്താണ് ക്യാഷിലുള്ള 2 കോപ്പീസിലും എന്താണ് ഇൻകൺസിസ്റ്റൻ്റ് ഡാറ്റ വന്നിരിക്കുകയാണ്. ഓക്കെ, ഓൺ ദ അതർ ഹാൻഡ് ഇൻകൺസിസ്റ്റൻസി മേ ഓൾസോ ഒക്കർ ഇൻ ദ റൈറ്റ് ബാക്ക് പോളിസി. ഇപ്പോൾ റൈറ്റ് ബാക്ക് പോളിസിയിലും ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഇൻകൺസിസ്റ്റൻസി ഒക്കർ ചെയ്യാം. ഓക്കെ, ഇതാണ് ഇൻകൺസിസ്റ്റൻസി ഇൻ ഡാറ്റ ഷെയറിങ്. ഫസ്റ്റ് പോയിന്റ് ഇൻകൺസിസ്റ്റൻസി ഇൻ ഡാറ്റ ഷെയറിങ് ആണ് ഡിസ്കസ് ചെയ്തത്. അടുത്തത് പ്രോസസ് മൈഗ്രേഷനാണ്. നൗ ഇൻകൺസിസ്റ്റൻസി ആഫ്റ്റർ പ്രോസസ് മൈഗ്രേഷൻ. ഓക്കെ, ഒരു പ്രോസസ് മൈഗ്രേഷൻ കഴിയുമ്പോഴത്തേക്കും അവിടെ ഇൻകൺസിസ്റ്റൻസി എങ്ങനെ ഒക്കർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ആദ്യം ഇവിടെ പ്രോസസ്സർ P1 ഉണ്ട്, ലോക്കൽ ക്യാഷ് ഉണ്ട്, നമ്മുടെ ഷെയർഡ് മെമ്മറിയിൽ ഇതേ സാധനമുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇപ്പോൾ ഇവിടെ ഈ മൂന്നാമത്തെ ഫിഗർ ആദ്യം നോക്കുക. അപ്പോൾ മൂന്നാമത്തെ ഫിഗറിൽ അത് പറയുന്നതെന്ന് പറഞ്ഞാൽ ദ P1 ഹാസ് ദ ലോക്കൽ ക്യാഷ് ഓഫ് ദ P1 ഹാസ് മൈഗ്രേറ്റഡ് ദ വാല്യൂ ഓഫ് എക്സ് ടു ദിസ് ക്യാഷ്.
ദ ലോക്കൽ ക്യാഷ് ഓഫ് ദ P2. അതായത് P1ൻ്റെ ലോക്കൽ ക്യാഷിൽ നിന്ന് നമ്മുടെ എക്സ് വാല്യൂ ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തു. ഓക്കെ, മൈഗ്രേറ്റ് ചെയ്തതിന് ശേഷം എന്ത് സംഭവിച്ചു? മൈഗ്രേറ്റ് ചെയ്തതിന് ശേഷം P1 അതിൻ്റെ എക്സ് വാല്യൂ അപ്ഡേറ്റ് ചെയ്ത് എക്സ് എന്നുള്ള എക്സ് ഡാഷ് ആക്കി. ഓക്കെ, ക്ലിയർ? അപ്പോഴത്തേക്കും എക്സ് ഡാഷ് ആക്കി കഴിഞ്ഞാൽ ഇവിടെ അപ്ഡേഷൻ നടക്കുമോ? ഇല്ല. റൈറ്റ് ബാക്ക് പോളിസി കാരണം ഇവിടെ എക്സ് ഡാഷ് എന്ന് പറയുന്ന സാധനം ഇവിടെ എത്തത്തില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? ഇൻകൺസിസ്റ്റൻസി ഒക്കർ ചെയ്തു. ഏത്? ക്യാഷിൽ ഒക്കർ ചെയ്തു. നമ്മുടെ ഷെയർഡ് മെമ്മറിയിലും ഇൻകൺസിസ്റ്റൻസി ഡാറ്റയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് പ്രോസസ് മൈഗ്രേഷൻ സമയത്തുണ്ടാകുന്ന ഇൻകൺസിസ്റ്റൻസി. അപ്പോൾ ഫസ്റ്റ് പറയേണ്ടതെന്ന് പറഞ്ഞാൽ the local cache of the processor P1 has migrated the data to the local cache of the processor P2. അതിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു. ആഫ്റ്റർ മൈഗ്രേഷൻ the processor P1 has updated the value from x to x dash. Okay, this is not getting reflected in the shared memory as well as the local cache of the processor P2. In that case, inconsistency is occurring. Okay, now this case, look at the second case. ഇവിടെ എന്താണ്? ഇവിടെ മൈഗ്രേഷൻ നടക്കുന്നത് പ്രോസസ്സർ P2 നിന്ന് P1ലേക്കാണ്. ഓക്കെ, ഇപ്പോൾ P2 അതിൻ്റെ എക്സ് എന്ന് പറയുന്ന ഡാറ്റ മൈഗ്രേറ്റ് ചെയ്ത് ഇങ്ങോട്ട് കൊടുത്തു. ഓക്കെ, ഇപ്പുറത്തെ ക്യാഷിലേക്ക് കൊടുത്തതിന് ശേഷം പ്രോസസ്സർ P2 എന്ത് ചെയ്തു? ഇറ്റ് ഹാസ് അപ്ഡേറ്റഡ് ദ വാല്യൂ ഓഫ് എക്സ് ഫ്രം എക്സ് ടു എക്സ് ഡാഷ്. ഓക്കെ, സിൻസ് ഇറ്റ് ഈസ് എ റൈറ്റ് ത്രൂ പോളിസി, എക്സ് ഡാഷ് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇറ്റ് വിൽ ബി റിഫ്ലക്റ്റഡ് ഇൻ ദ ഷെയർഡ് മെമ്മറി. ഓക്കെ, ബിക്കോസ് ഓഫ് റൈറ്റ് ത്രൂ പോളിസി. ഇൻ ദാറ്റ് കേസ് ദ ഇൻകൺസിസ്റ്റൻസി ഈസ് ഒക്കറിങ് ഓൺലി ബിറ്റ്വീൻ ദ ടു ക്യാഷസ്. ഇവിടെ എന്താണ്? ഇവിടെ പക്ഷേ അത് അപ്ഡേറ്റ് ആയിട്ടില്ല. അപ്പോൾ ഇൻകൺസിസ്റ്റൻസി ഇവിടെ ഒക്കർ ചെയ്തു. ഓക്കെ, ക്ലിയർ? ഇതാണ് പ്രോസസ് മൈഗ്രേഷൻ ഇൻ ദ സെക്കൻഡ് കേസ് ഓഫ് ദ റൈറ്റ് ത്രൂ പോളിസി. റൈറ്റ് ത്രൂ പോളിസിയിൽ സംഭവിക്കുന്നതാണ്. ഇതൊന്നുകൂടെ പറയാം. പ്രോസസ്സറിലുള്ള ഡാറ്റ, ഓക്കെ, പ്രോസസ്സറിൻ്റെ ലോക്കൽ ക്യാഷിലുള്ള ഡാറ്റ എന്ത് ചെയ്തു? ഇറ്റ് ഈസ് ഗെറ്റിംഗ് മൈഗ്രേറ്റഡ് ടു ദ ലോക്കൽ ക്യാഷ് ഓഫ് ദ പ്രോസസ്സർ P1. ആഫ്റ്റർ മൈഗ്രേഷൻ the local cache of the processor P2 has updated the value of x from x to x dash. Okay, അത് കഴിഞ്ഞ് എന്ത് സംഭവിച്ചു? as soon as it has updated the value of x from x to x dash, it will be reflected in the shared memory. Okay, but it is not getting reflected in the local cache of the processor P1. In that case, inconsistency is occurring. Okay, അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇവിടെ അപ്ഡേറ്റ് ചെയ്യുന്നതിൻ്റെ റീസൺ എന്താണ്? ബിക്കോസ് ഇറ്റ് ഈസ് എ റൈറ്റ് ത്രൂ പോളിസി. ഓക്കെ, ഇവിടെ അപ്ഡേഷൻ വരാത്തതിൻ്റെ കാര്യം എന്താണ്? ഇറ്റ് ഈസ് എ റൈറ്റ് ബാക്ക് പോളിസി. ഓക്കെ, ഇതാണ് ഇൻകൺസിസ്റ്റൻസി ആഫ്റ്റർ പ്രോസസ് മൈഗ്രേഷൻ. ക്ലിയർ? The process containing a shared variable x migrates from the processor 1 processor 1 to processor 2 using the write back cache. Okay, in the middle the processor migrates from the processor 2 to processor 1 when using the write through cache. ഓക്കെ, ഇപ്പം ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്ത പോലെ നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി. ഇൻ ബോത്ത് കേസസ് ഇൻകൺസിസ്റ്റൻസി അപ്പിയേഴ്സ് ബിറ്റ്വീൻ ദ ടു ക്യാഷ് കോപ്പീസ് ലേബിൾഡ് എക്സ് ആൻഡ് എക്സ് ഡാഷ്. ഈ രണ്ട് കേസിലും ഇൻകൺസിസ്റ്റൻസി ഒക്കർ ചെയ്യുന്നു. ഓക്കെ, ഇൻകൺസിസ്റ്റൻസി മൂന്നാമത്തെ കേസ് നമ്മൾ ആദ്യം പറഞ്ഞ് ഇതിൽ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ് മൂന്നാമത്തെ കേസ്. അപ്പോൾ ഡാറ്റ ഷെയറിങ് കഴിഞ്ഞു, പ്രോസസ് മൈഗ്രേഷൻ കഴിഞ്ഞു. തേർഡ് വൺ ഈസ് ഇൻപുട്ട് ഔട്ട്പുട്ട്. ഇൻകൺസിസ്റ്റൻസി ഡ്യൂ ടു ഇൻപുട്ട് ഔട്ട്പുട്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു പ്രോസസ്സറുണ്ട്, P1 P2 പ്രോസസ്സറിന് ലോക്കൽ ക്യാഷ് ഉണ്ട്. ഓക്കെ, ഒരു മെമ്മറി ഉണ്ട്. ഇനി ആ മെമ്മറിയിൽ ഷെയർഡ് മെമ്മറി ഉണ്ട്. ആ മെമ്മറി കഴിഞ്ഞിട്ട് നമുക്കൊരു ഇൻപുട്ട് ഔട്ട്പുട്ട് പ്രോസസ്സറും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് പ്രോസസ്സറിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻപുട്ട് എടുക്കേണ്ട സാധനങ്ങളെല്ലാം ഇവിടെ നിന്നാണ് നമ്മൾ എടുക്കുന്നത്, അല്ലെങ്കിൽ ഔട്ട്പുട്ട് കൊടുക്കേണ്ട സാധനങ്ങളെല്ലാം ഇങ്ങോട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഈ റൈറ്റ് ത്രൂ പോളിസിയിൽ എന്ത് ചെയ്തു? ഒരു ഇൻപുട്ട് എടുത്തു. ഓക്കെ, ഇൻപുട്ട് എക്സ് ഡാഷ് എന്ന് പറയുന്ന ഇൻപുട്ട് നമ്മളെടുത്തു. ആ ഇൻപുട്ട് നേരെ നമ്മുടെ ഷെയർഡ് മെമ്മറിയിലോട്ട് കോപ്പി ചെയ്തു. ഓക്കെ, ഷെയർഡ് മെമ്മറിയിലോട്ട് കോപ്പി ചെയ്തിട്ട്, പക്ഷേ എന്താണ്? ഷെയർഡ് മെമ്മറിയിലോട്ട് കോപ്പി ചെയ്ത സംഭവം ഈ ലോക്കൽ ക്യാഷിൽ റിഫ്ലക്റ്റ് ചെയ്തില്ല. ഓക്കെ, they are not knowing about this updation. Okay, these local caches are not they are unknown about this input taken place in the മെമ്മറിയിൽ ഉണ്ടാകുന്ന ഇൻപുട്ട് അവർ അറിയുന്നില്ല. ക്ലിയർ? അപ്പോൾ എന്താണ്? ഇവിടെ ഇൻകൺസിസ്റ്റൻസി ഒക്കർ ചെയ്തു.
ഓക്കെ. ഇനി സെക്കൻഡ് കേസിൽ പ്രോസസ്സർ P1 അതിൻ്റെ എക്സ് എന്ന് പറയുന്ന വാല്യൂ എക്സ് ഡാഷിൽ അപ്ഡേറ്റ് ചെയ്തു, എക്സ് ഡാഷ് എന്നും പറഞ്ഞ് അപ്ഡേറ്റ് ചെയ്തു. ഓക്കെ, ക്ലിയർ. അപ്പോൾ റൈറ്റ് ബാക്ക് പോളിസി ആയതുകൊണ്ട് ഇത് ഉടനെ ഇതിൻ്റെ ഈ മെയിൻ മെമ്മറിക്കകത്ത് റിഫ്ലക്റ്റ് ആവത്തില്ല. ഓക്കെ, ഇപ്പോൾ റിഫ്ലക്റ്റ് ആവുന്നതിന് മുമ്പേ മെയിൻ മെമ്മറി എന്ത് ചെയ്തു, ഈ വാല്യൂവിന് അത് ഔട്ട്പുട്ട് ചെയ്തു കണ്ടോ, ക്ലിയർ. അപ്പോൾ ഈ സാധനം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ റോങ് ആയിട്ടുള്ള ഡാറ്റ ആയിരിക്കില്ലേ ഔട്ട്പുട്ടിൽ പോകുന്നത്. ഓക്കെ, ഈ കേസിലും എന്താണ് ഇൻകൺസിസ്റ്റൻസി ഒക്കർ ചെയ്തു. അപ്പോൾ ഇൻകൺസിസ്റ്റൻസി ഡ്യൂ ടു ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ. ഇപ്പോൾ ഫസ്റ്റ് കേസ് എന്താണ്, ക്യാഷസ് അറിയാതെ ഈ മെമ്മറി എന്ത് ചെയ്തു, ഇൻപുട്ട് ഔട്ട്പുട്ട് പ്രോസസ്സറിൽ നിന്ന് ഒരു പുതിയ വാല്യൂ എടുത്തു, എക്സിൻ്റെ പുതിയ വാല്യൂ എടുത്തു, ദാറ്റ് ഈസ് എക്സ് ഡാഷ്. ദാറ്റ് ഈസ് അൺനോൺ ടു ദീസ് ലോക്കൽ ക്യാഷസ്. വാട്ട് അബൌട്ട് ദിസ് കണ്ടീഷൻ? ഇവിടെ എന്താണ്, പ്രോസസ്സർ P1 has updated the value of x from x to x dash. Okay, since it is a write back policy, it is not getting updated here in the shared memory. അതറിയാതെ എന്ത് ചെയ്ത്, the shared memory has generated the output to the input output processor. So the wrong value has been returned to the input output processor. Clear? This is the inconsistency due to input output operation. Okay, അപ്പോൾ ഇതിൻ്റെ തിയറിയാണ് പറയുന്നത്, when the input output loads a new data x into the main memory by passing the write through cache, inconsistency occur between the cache 1 and the shared memory. Okay, when outputting a data directly from the shared memory by passing the caches, the write back caches also create inconsistency. ഓക്കെ, ഇപ്പോൾ ഈ രണ്ട് കേസിലും ഇൻകൺസിസ്റ്റൻസി ഒക്കർ ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഈസ് സ്നൂപ്പി പ്രോട്ടോക്കോൾ. അപ്പോൾ ഈ സ്നൂപ്പി പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഡാറ്റ ഇൻകൺസിസ്റ്റൻസിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് സ്നൂപ്പി പ്രോട്ടോക്കോൾ. അപ്പോൾ ഇതിൽ നമുക്ക് രണ്ട് മെത്തേഡ്സ് ഉണ്ട്, റൈറ്റ് ഇൻവാലിഡേറ്റും റൈറ്റ് അപ്ഡേറ്റും. അതെന്താണെന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ സ്നൂപ്പി പ്രോട്ടോക്കോൾ, ദ ടു അപ്രോച്ചസ് ഹാവ് ബീൻ പ്രാക്ടീസ്ഡ് ഫോർ മെയിൻറ്റെയിനിങ് ദ ക്യാഷ് കൺസിസ്റ്റൻസി. നമ്മുടെ കൺസിസ്റ്റൻസി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് മെത്തേഡ്സ് ഉണ്ട്, റൈറ്റ് ഇൻവാലിഡേറ്റ് ആൻഡ് റൈറ്റ് അപ്ഡേറ്റ്. അപ്പോൾ സ്നൂപ്പി പ്രോട്ടോക്കോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാം, ഇറ്റ് ഈസ് എ മെക്കാനിസം ടു അവോയ്ഡ് ദ ഡാറ്റ ഇൻകൺസിസ്റ്റൻസി ഇൻ ക്യാഷ് ഓർ ദ ക്യാഷ് കോഹറൻസ് പ്രോബ്ലം എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണിത്. ഓക്കെ, റൈറ്റ് ഇൻവാലിഡേറ്റ് പോളിസി വിൽ ഇൻവാലിഡേറ്റ് ഓൾ ദ remote copies when the local cache block is updated. അപ്പോൾ ലോക്കൽ ക്യാഷ് ബ്ലോക്ക് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് ഇൻവാലിഡേറ്റ് പോളിസി വെച്ചിട്ട് ബാക്കി അപ്ഡേറ്റ് ചെയ്യാത്ത ബ്ലോക്സ് എല്ലാം അത് ഇൻവാലിഡേറ്റ് എന്നും പറഞ്ഞ് എഴുതി വിടും. അതാണ് റൈറ്റ് ഇൻവാലിഡേറ്റ് പോളിസി. ഓക്കെ, മനസ്സിലായില്ലേ? റൈറ്റ് ഇൻവാലിഡേറ്റ് പോളിസി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻവാലിഡേറ്റ് all the remote copies when the local cache block is updated. Okay, the write update policy എന്താണ്? Write update policy will broadcast the new data block to all the cache containing the copy of the block. Okay, if a particular cache has updated the value, that updated value will be broadcasted to all the blocks. All the blocks എന്ന് പറയുന്നത് it will be updated to it will be broadcasted to the local cache of another processor as well as the shared memory. ഓക്കെ, അപ്പോൾ ഇതാണ് റൈറ്റ് ഇൻവാലിഡേറ്റ് ആൻഡ് റൈറ്റ് അപ്ഡേറ്റ്. നമ്മളതിൻ്റെ ഫിഗർ എക്സ്പ്ലെയിൻ ചെയ്യും, അപ്പോൾ ഇത് കുറച്ചുകൂടെ ക്ലിയർ ആവും. അപ്പോൾ സ്നൂപ്പി പ്രോട്ടോക്കോൾ അച്ചീവ് ഡാറ്റ ഇൻകൺസിസ്റ്റൻസി എമംഗ് ദ ക്യാഷസ് ആൻഡ് ഷെയർഡ് മെമ്മറി ത്രൂ എ ബസ് വാച്ചിങ് മെക്കാനിസം. ഓക്കെ, അപ്പോൾ ഒരു ബസ് വാച്ചിങ് മെക്കാനിസം വെച്ചിട്ടാണ് അവർ ഈ ഡാറ്റ ഇൻകൺസിസ്റ്റൻസി അവർ എൻഷുർ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ സ്നൂപ്പി പ്രോട്ടോക്കോളിൽ ഈ ഡാറ്റ ഇൻകൺസിസ്റ്റൻസി മെഷർ ചെയ്യുന്നത്, എൻഷുർ ചെയ്യുന്നത് യൂസിങ് ത്രൂ ദിസ് ബസ് വാച്ചിങ് മെക്കാനിസം. ഓക്കെ, അതായത് അവർ ഈ ബസ് അവർ മോണിറ്റർ ചെയ്ത് നോക്കിയിട്ടാണ് അത് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ ഈ ഇൻകൺസിസ്റ്റൻസി അവർ നോക്കുന്നത്. അപ്പോൾ ത്രൂ ഔട്ട് അത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഡാറ്റ വരുന്നുണ്ടോ, അപ്ഡേഷൻ നടക്കുന്നുണ്ടോ എന്നുള്ളത് കണ്ടിന്യൂസ് മോണിറ്ററിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനാണ് ഈ ബസ് വാച്ചിങ് മെക്കാനിസം എന്ന് പറയുന്നത്. ഓക്കെ, നൗ ലെറ്റ് us see the figure. അപ്പോൾ ഇത് നോക്കുക, ഇത് പ്രോസസ്സർ
ഇത് അതിൻ്റെ ലോക്കൽ ക്യാഷ്. ദിസ് ഈസ് ഓൾസോ പ്രോസസ്സർ ലോക്കൽ ക്യാഷ്. അങ്ങനെ n പ്രോസസ്സേഴ്സ് ഉണ്ട്, അതിൻ്റെ ലോക്കൽ ക്യാഷസ് ആണ്. ഇത് നമ്മുടെ ഷെയർഡ് മെമ്മറിയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് പ്രോസസ്സർ P1 എല്ലാവർക്കും എല്ലാ പ്രോസസ്സറിനും എന്താണ് ഒരേ ഡാറ്റയാണ്, അപ്പോൾ എല്ലാം കൺസിസ്റ്റൻ്റ് ആണ്. അത് ഷെയർഡ് മെമ്മറിയിൽ അപ്ഡേറ്റഡ് ആയിട്ടുമുണ്ട്. സോ ദിസ് ഈസ് ഇൻ ദ സ്റ്റേറ്റ്, ദിസ് ഈസ് ഇൻ എ കൺസിസ്റ്റൻറ്റ് സ്റ്റേറ്റ്. A consistent copy of block X are in the shared memory and the 3 processor caches. അപ്പോൾ ഈ മൂന്നിലും കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഡാറ്റയാണ് ഉള്ളത് അല്ലേ, ഷെയർഡ് മെമ്മറിയിലും ഈ 3 ലോക്കൽ ക്യാഷിലും. ഓക്കെ, നൗ അനദർ കേസ്. ഇനി അടുത്ത കേസ് എന്ന് പറയുന്നത് ഇപ്പോൾ പ്രോസസ്സർ P1 ഹാസ് അപ്ഡേറ്റഡ് ദ വാല്യൂ ഓഫ് എക്സ് ഫ്രം എക്സ് ടു എക്സ് ഡാഷ്. ഇവിടെ എക്സ് ഡാഷ് എന്ന് ഇരിക്കുന്നുണ്ടോ? ഓക്കെ, അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നമ്മൾ റൈറ്റ് ഇൻവാലിഡേറ്റ് പോളിസി വെച്ചിട്ട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് ഷെയർഡ് മെമ്മറിയിൽ അത് അപ്ഡേറ്റഡ് ആകും. ഷെയർഡ് മെമ്മറിയിൽ അപ്ഡേറ്റ് ചെയ്തിട്ട് ബാക്കി ലോക്കൽ ക്യാഷിനകത്തുള്ള എല്ലാ കോപ്പീസിനും അത് ഇൻവാലിഡേറ്റ് ചെയ്ത് കൊടുക്കും. അതിനെയാണ് റൈറ്റ് ഇൻവാലിഡേറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഐ എന്ന് എഴുതിയിരിക്കുന്നുണ്ടോ? ഓക്കെ, അതായത് എക്സ് എവിടെയൊക്കെ ഉണ്ടോ, എവിടെയൊക്കെ അടുത്ത ലോക്കൽ ക്യാഷസിലെല്ലാം എക്സ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം അത് ഇൻവാലിഡേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഐ ഇട്ടേക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഡാറ്റ ഇവിടെ എക്സിസ്റ്റിംഗ് അല്ല എന്ന് അവിടെ എഴുതി വയ്ക്കും. അതാണ് റൈറ്റ് ഇൻവാലിഡേറ്റ് ഓപ്പറേഷൻ. ഓക്കെ, ക്ലിയർ? ഇനി സെക്കൻഡ് കേസ്, ഇനി റൈറ്റ് അപ്ഡേറ്റ് ഓപ്പറേഷൻ. റൈറ്റ് അപ്ഡേഷൻ ഓപ്പറേഷൻ എന്താണ്? when a processor update the value of x from x to x dash, it will broadcast its updation to all the caches as well as in the shared memory. Okay, ഇപ്പോൾ P1 എക്സിനെ അപ്ഡേറ്റ് ചെയ്ത് എക്സ് ഡാഷ് ആക്കി. അപ്പോൾ ഈ എക്സ് ഡാഷ് ആക്കി എന്നുള്ള വിവരം എല്ലായിടത്തും ബ്രോഡ്കാസ്റ്റ് ചെയ്യും. ഓക്കെ, പ്രോസസ്സർ P2 അറിയിക്കും, പ്രോസസ്സർ P3 അറിയിക്കും, എക്സെട്ര പി എൻ വരെയുള്ള പ്രോസസ്സിനെല്ലാം അറിയിക്കും. ഓക്കെ, അപ്പോഴത്തേക്കും അവിടുത്തെ ലോക്കൽ ക്യാഷിലെല്ലാം എക്സ് ഡാഷ് എന്ന് പറയുന്ന വാല്യൂ അപ്ഡേറ്റഡ് ആയി കഴിയും. ഓക്കെ, അതുപോലെ ഷെയർഡ് മെമ്മറിയിലും അറിയിക്കും, ഷെയർഡ് മെമ്മറിയിലും അത് അപ്ഡേറ്റഡ് ആകും. ഓക്കെ, അപ്പോൾ ഈ 2 മെത്തേഡ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ് നമുക്ക് ഈ ക്യാഷ് കോഹറൻസ് പ്രോട്ടോകോൾ അല്ലെങ്കിൽ ഡാറ്റ ഇൻകൺസിസ്റ്റൻസി നമുക്ക് എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ റൈറ്റ് ഇൻവാലിഡേറ്റും റൈറ്റ് അപ്ഡേറ്റും. ഓക്കെ, റൈറ്റ് ഇൻവാലിഡേറ്റ് പോളിസി ആൻഡ് റൈറ്റ് അപ്ഡേറ്റ് പോളിസി. ഇപ്പോൾ റൈറ്റ് ഇൻവാലിഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇൻവാലിഡേറ്റ് ഓൾ ദ റിമോട്ട് കോപ്പീസ് വെൻ ലോക്കൽ ക്യാഷസ് ആർ അപ്ഡേറ്റഡ്. ഓക്കെ, അപ്പോൾ എന്താണ്? അതിനടുത്തുള്ള എല്ലാ ലോക്കൽ ക്യാഷിലെയും എന്താണ് കോപ്പീസിനെ ഇൻവാലിഡേറ്റ് ചെയ്യും ഒരു ക്യാഷ് അപ്ഡേറ്റ് ആകുമ്പോഴത്തേക്ക്. ക്ലിയർ? ഇനി റൈറ്റ് അപ്ഡേറ്റ് പോളിസി എന്താണ്? എപ്പോഴൊക്കെ പുതിയ ഡാറ്റ വന്നിട്ടുണ്ടോ പഴയ ഡാറ്റ എല്ലാം എന്ത് ചെയ്യുന്നു? അത് അപ്ഡേറ്റ് ചെയ്യും, അത് ബ്രോഡ്കാസ്റ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് റൈറ്റ് അപ്ഡേറ്റ് പോളിസി. ക്ലിയർ? അപ്പോൾ ഈ നമ്മൾ പറഞ്ഞ തിയറി തന്നെയാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. യൂസിങ് എ റൈറ്റ് ഇൻവാലിഡേറ്റ് പ്രോട്ടോകോൾ, ദ പ്രോസസ്സർ P1 മോഡിഫൈസ് ഇറ്റ്സ് ക്യാഷ് ഫ്രം എക്സ് ടു എക്സ് ഡാഷ് ആൻഡ് ഓൾ അതർ കോപ്പീസ് ആർ ഇൻവാലിഡേറ്റഡ് ത്രൂ ദ ബസ്. ഇൻവാലിഡേറ്റ് ബ്ലോക്സ് ആർ സംടൈംസ് കോൾഡ് ഡേർട്ടി ബ്ലോക്സ്. ഓക്കെ, അപ്പോൾ പ്രോസസ്സർ P1 എക്സിനെ എക്സ് ഡാഷ് ആയിട്ട് മോഡിഫൈ ചെയ്തു, എന്നിട്ട് അതിൻ്റെ ലോക്കൽ ക്യാഷ് എല്ലാം അത് ഇൻവാലിഡേറ്റ് ചെയ്തു, പഴയ എക്സ് വാല്യൂ ഉള്ളിടത്തെല്ലാം അത് ഇൻവാലിഡേറ്റ് ചെയ്തു. ഓക്കെ, അങ്ങനെ ഇൻവാലിഡേറ്റ് ചെയ്യുന്ന ആ ബ്ലോക്കിന് നമ്മൾ ഡേർട്ടി ബ്ലോക്സ് എന്ന് പറയും. ഓക്കെ, ഈ വാട്ട് ഈസ് ഡേർട്ടി ബ്ലോക്സ് എന്ന് പറയുന്നത് ഇൻവാലിഡേറ്റഡ് ബ്ലോക്സ് ആർ കോൾഡ് ഡേർട്ടി. ഓക്കെ, if in the case of write update, it demands the new block content to be broadcast to all cache copies through bus. ഓക്കെ, റൈറ്റ് ഇൻവാലിഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ പ്രോസസ്സർ ഒരു വാല്യൂ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ക്യാഷിലും, അതിൻ്റെ എല്ലാ പ്രോസസ്സറിൻ്റെ ലോക്കൽ ക്യാഷിലും ഇത് ബ്രോഡ്കാസ്റ്റ് ചെയ്ത് കൊടുക്കും, അതായത് ഇന്ന വാല്യൂ അപ്ഡേറ്റ് ആയി എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, സോ ഇൻ ദീസ് 2 protocols we can, by using these 2 protocols we can perfectly eliminate the data inconsistency problem. Okay, this is known as Snoopy protocol. Okay, thank you.